ഞാൻ ലാസിയ. ഹോപ്പ് യു ഡൂയിങ് വെൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേത്തി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശയും നൂൽപുട്ടും എല്ലാത്തിനും കൂടി നന്നായിട്ടൊരു കോമ്പിനേഷനാണ് ഈ ഒരു മേത്തി കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആയി കിട്ടണം നമുക്ക്. ഇനി നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോഴല്ല ആഡ് ചെയ്യേണ്ടത്, അത് സൈഡിൽ മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് യോഗട്ടാണ്, അത് ഫുൾ ഫാറ്റ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. അധികം പുളി ഇല്ലാത്ത ടൈപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കട്ടയൊക്കെ ഉടയുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരിലെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ആഡ് ചെയ്യണത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺ പീസസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ്സിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ബോൺ പീസസ് ആകുമ്പോൾ കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്ക് പോയിൻറ്റിൻ്റെ ചോപ്പർ കൊണ്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. അത് ഞാൻ ഒരു ടൊമാറ്റോ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. അതിന് വേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. ബേ ലീവ്സും പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളിത് ഇടുന്ന സമയത്ത് ബ്ലാക്ക് കാർഡമൺ കിട്ടും, ബ്ലാക്ക് കളറിലുള്ള ഏലക്ക കിട്ടും. അതും കൂടി ഇടാൻ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവും. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളടുത്തുണ്ടെങ്കിൽ അതിടുക. പിന്നെ നമുക്കുണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 4-5 പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പച്ചമുളകിൻ്റെയും നന്നായിട്ട് പച്ച സ്മെല്ലൊന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ച നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം അതും പോണ വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാണ് ഫ്രഷ് മേത്തി ലീവ്സ്, ഉലുവയുടെ ഇല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മേത്തി ലീവ്സ് നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ഒരു പച്ച സ്മെല്ല് പോണ സമയം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മേത്തി ലീവ്സ് കുക്കായി കിട്ടും കേട്ടോ. ആ ടൈമിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മേത്തി ലീവ്സിന് ഒരു ചെറിയൊരു കയ്പ്പുണ്ട്. അതുകൊണ്ട് ഈ ടൊമാറ്റോ പ്യൂരും യോഗട്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ കയ്പ്പ് അങ്ങോട്ട് മാറിക്കിട്ടും. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ കുക്കാവുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. ആ ഒരു ടൈമിൽ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മേത്തി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ കൂടെയും നൂൽപുട്ടും പത്തിരി എല്ലാത്തിനും കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് മേത്തി ചിക്കന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.